ഹായ് ഗൈസ്, ലാലേട്ടൻ സത്യനന്ദിക്കാട് കോമ്പോയിൽ വരുന്ന ഏറ്റവും പുതിയ പടം ഹൃദയപൂർവ്വത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോമ്പോ ഭയങ്കര നൊസ്റ്റുമാണ്. നമ്മളൊരു പഴയ ഒരുപാട് പടങ്ങളുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട്, നമ്മളിങ്ങനെ മതിമറന്ന് കണ്ട് റിപ്പീറ്റ് അടിച്ച് കണ്ട ഒരുപാട് പടങ്ങളുണ്ട് ഈ ഒരു കോമ്പോയില്. അപ്പൊ ഈ ഒരു കോമ്പോ വീണ്ടും വരുവാണെന്ന് പറയുമ്പോൾ ത്രില്ലാണ്. അടിപൊളി കിണ്ണം കാച്ചിയായ ഒരു ട്രെയിലറാണ് പുറത്തോട്ടില്ലേ. ടീസർ എനിക്ക് അത്രയൊരു പുതിയ സാധനം കിട്ടുമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്രെയിലറിൽ കണ്ടപ്പോണ്ടല്ല വേറൊരു സംഭവം കിട്ടുന്നുണ്ട്. ലാലേട്ടൻ്റെ ഒരു പുതിയ വേർഷൻ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ ആസ്വദിച്ച് കാണണം, നമുക്ക് ഒരുമിച്ച് കാണാം. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിന്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മളൊന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? അതെന്താ അവസ്ഥ? ആ അവസ്ഥയിലാണ് ഞാൻ. ഒരാശോട് പറയോ? ഇല്ല. കാര്യങ്ങൾ പറഞ്ഞു. എന്താ? അമ്മ ആ അങ്കിളിനെയാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയേനെന്ന്. ആ കൈവർക്കുന്നെല്ലാം എടുത്തത് ഒരു കോമഡി സിറ്റുവേഷൻ ആണോ അല്ല വളരെ സീരിയസ് ആയ എമോഷണൽ സാഹചര്യമാണെന്നും അറിയില്ല. നമ്മളെ പണ്ടത്തെ ദശരഥത്തിലെ ലാലേട്ടന്റെ എപ്പിക്കായ കൈവിറക്കൽ സീനാണ്. ആ ഒരു കാര്യം ഒരു പഴയ സാധനം ലാലേട്ടൻ എടുത്തിട്ട് ബാക്കി ലാലേട്ടന്റെ ഓരോ എക്സ്പ്രഷനും പുതിയതാണ്. പണ്ട് ലാലേട്ടൻ എത്ര ഈസി ആയി വളരെ ഫ്ലെക്സിബിൾ ആയി ചെയ്ത ഓരോ ഇമോഷൻസും ഇപ്പൊ ന്യൂ വേർഷൻ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ആദ്യം ആ ലാലേട്ടൻ സംഗീതമായി സംസാരിക്കുന്നതില് ലാലേട്ടന്റെ ഒരു എക്സ്പ്രഷൻ, അതില് സംഗീതം എടുക്കുന്ന ഒരു റിയാക്ഷൻ, അതൊക്കെ രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് ലാലേട്ടൻ മുഖത്തോണ്ട് കൈകൊണ്ടൊക്കെ എക്സ്പ്രഷൻ ഇട്ട് വന്ന് അവസാനം ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കുമ്പോൾ ഇല്ല അറിയുന്നില്ലേ. അതൊക്കെ ലാലേട്ടൻ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഭയങ്കര പ്രതീക്ഷയായിരുന്നുണ്ട് ഈ ഒരു ട്രെയിലർ. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ആ സമയത്ത് എക്സ്പ്രഷൻസ് എല്ലാം കണ്ടപ്പോൾ അയാൾ കഥ എഴുതുക എന്നുള്ള സിനിമയില് കടലിന്റെ തീരത്ത് ഒരു റൂം എടുത്ത് നിന്നിട്ട് കഥ എഴുതുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ലാലേട്ടന്റെ എക്സ്പ്രഷൻ ആ സിനിമ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്നുവെച്ചാൽ അത്രയൊരു അൾട്രാ ഫ്ലെക്സിബിൾ ആയിട്ട് അതൊക്കെ ചെയ്തത്. പിന്നെ മാളവിക മോഹനായിട്ടുള്ള സീനും അതിലൊക്കെ ലാലേട്ടൻ്റെ ഒരു ഭയങ്കര ഒരു ഈസി വേർഷൻ കാണാൻ പറ്റുന്നുണ്ട്. ജനാർദ്ദൻ ഉണ്ട്, ഒരു ജ്യോത്സ്യനായിട്ടാണ് തോന്നുന്നു. ഒരു കോമഡി വൈബാണ് എനിക്ക് മൊത്തം ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്നത്. കുറച്ച് സീരിയസ് ഉണ്ടാവും, കാരണം സത്യനന്ദിക്കാട് പടത്തിൽ കുറച്ചൊരു മെസ്സേജ് ഇല്ലാതെ പുള്ളിക്കാരൻ എടുത്തിട്ട് കണ്ടിട്ടില്ല. അപ്പൊ പറയാൻ പറ്റില്ല, കളം മാറ്റി കളിക്കുന്നതെന്നും അറിയില്ല. എന്തായാലും ഒരു കോമഡി വൈബാണ് ഈ ഒരു ട്രെയിലർ വരുന്നത്. അടിപൊളി ട്രെയിലർ കട്ടിങ് ആയിട്ടുണ്ട്. ട്രെയിലറിൽ ഉടനീളം ചിരിക്കാനും അവന് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഫൺ ഫെസ്റ്റിവൽ മൂഡാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രെയിലർ വരുന്നത്. ഇടക്കാലത്ത് ലാലേട്ടൻ സത്യനന്ദിക്കാട് കോമ്പോയിൽ ഇറങ്ങിയ കുറച്ച് പടങ്ങളുണ്ട്. അതായത് രസതന്ത്രം, ഇന്നത്തെ ചിന്താവിഷയം അങ്ങനെ എന്തോ ഒന്നുണ്ടല്ലോ, അതന്നെയാന്ന് തോന്നുന്നു. അങ്ങനെ 2-3 പടങ്ങളുണ്ട് എനിക്ക് അൺസൈക്കബിൾ ആയി തോന്നിയ കുറച്ച് പടങ്ങളുണ്ട്. അത് ഒഴിച്ചു മാറ്റിയാൽ ഇവരുടെ കോമ്പോയില് പണ്ടുണ്ടായ സിനിമകളെല്ലാം കിടലാണ്. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സത്യനന്ദിക്കാട് വൈബ് അല്ല കിട്ടിയത്. സത്യനന്ദിക്കാട് ഒരു വഴി മാറി പിടിച്ച ഒരു വൈബാണ് കിട്ടുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു ട്രെയിലർ കണ്ടതോട് ഹെവി വെയിറ്റിംഗിലായിട്ടാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ ആണ്. ട്രെയിലറിൽ മ്യൂസിക് കിടലാക്കിയിട്ടുണ്ട്. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോ ഉണ്ടല്ല, സത്യനന്ദിക്കാടിന്റെ മകനായ അനൂപ് സത്യന്റെ വരനെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയുടെ ഒരു വൈബ് കിട്ടി. വെച്ചാൽ സീരിയസ് ആയ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ലൈറ്റ് ആയിട്ട് കൂളായി കോമഡി കൊണ്ടുപോകുന്ന പുള്ളിക്കാരന്റെ ഒരു സ്റ്റൈൽ എവിടേക്കോ എനിക്ക് ഈ ഒരു ട്രെയിലറിൽ തോന്നുന്നു. ഇതൊരു പക്ക സത്യനന്ദിക്കാട് പടമല്ല.
അല്ലാതെ ഒരുപാട് ചേരുവകളിലൊക്കെ ഉണ്ട്. ഇതിന്റെ സ്റ്റോറി കൊടുത്തിരിക്കുന്നത് സത്യനന്ദിക്കാടിന്റെ തന്നെ മകനായ അഖിൽ സത്യനാണ്. എനിക്ക് ഈ ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച ഒരു നൊസ്റ്റു ലാലേട്ടൻ സംഭവം കണ്ട് മടങ്ങി വരാൻ തിയേറ്ററിന്ന് അല്ല, ഫുള്ളി ഇൻ ഫോമിലായ ലാലേട്ടന്റെ പുതിയ പുതിയ വേർഷൻസ് ഓഫ് അഭിനയങ്ങളാണ് സത്യം പറഞ്ഞ ഇപ്പൊ കാണുന്നത്. 28 ആഗസ്റ്റിനാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ദുൽഖർ പ്രൊഡക്ഷനിൽ വരുന്ന കല്യാണി നായികയായ ലോക സിനിമയുടെ കൂടെ ഇറങ്ങുവാണ്. വ്യാഴാഴ്ച മറ്റന്നാൾ ഇറങ്ങുവാണ്. ഇപ്പൊ സത്യം പറഞ്ഞ ഏത് പടം ഫസ്റ്റ് കാണണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഒരു പോയിന്റിൽ എത്തിച്ചിട്ടുണ്ട് ട്രെയിലർ. പിന്നെ സംഗീതമുണ്ട്. സംഗീതം ലാലേട്ടനും ഒരു സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു സംഭവം അല്ല ആക്കുക. ഇപ്പൊ തുടരുന്നുള്ള സിനിമയിൽ സംഗീതം ഒരൊറ്റ ആള് കാരണം ആ മൊത്തം പടം ഉണ്ടായത്. അപ്പൊ അതുപോലെ സംഗീതത്തിലൊരകത്ത് റോൾ ഉണ്ടാവും. കോംബോ കിട്ടില്ലായിരിക്കും എന്നുള്ളൊരു ഹെവി എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്നാൽ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടോ? നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടുവാ? നിങ്ങൾ 28-ാം തീയതി ഏത് പടമാണ് ആദ്യം കാണാൻ പോവാ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? സംഗീതം എങ്ങനെയുണ്ടാവും? ഈ പടം എങ്ങനെ ഉണ്ടാവും? എന്ത് വൈബാണ്? മറക്കാതെ കമന്റ് ചെയ്യണേ. മറക്കല്ലേ, മറന്നുകൂടാ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുകൂടാ. അപ്പൊ അത്രയല്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.